എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പിയായിട്ടൊന്നല്ല എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് റോസാ ചെടി എങ്ങനെ നന്നായിട്ട് പൂവിടാൻ പറ്റും എന്നുള്ള ടിപ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ കാണുന്ന പൂക്കളൊക്കെ എൻ്റെ വീട്ടിലുണ്ടായ റോസാ ചെടിയാണ്. അപ്പം ഇതൊക്കെ എൻ്റെ അമ്മയുടെ ചെടിയാണ് കേട്ടോ. അമ്മയാണ് ഇതെല്ലാം നോക്കുന്നത്. അമ്മയാണ് ഒരുപാട് ചെടികൾ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ റോസയൊക്കെ അമ്മയുടെ പരിപാലനങ്ങളിൽ ഇങ്ങനെ വളർന്നു വരുന്ന ചെടികളാണ്. അപ്പോൾ ഈ ചെടി നമ്മൾ നഴ്സറിയിൽ നിന്നൊന്നും വാങ്ങിച്ചു വെച്ചതല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാ റോസയിൽ നിന്ന് കമ്പ് മുറിച്ച് വെച്ചതിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ള റോസയാണ്. ഇത് നിറച്ചും പൂവുണ്ടായിരുന്നു. മഴ സമയത്തെല്ലാം പൊഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു വെയിൽ വന്നപ്പോൾ അതിങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന മുട്ടൂടെ വിരിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ വിഷയം എന്നാൽ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അമ്മ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അമ്മ ഇതിന് കെയറൊന്നും കൊടുക്കാറില്ല. ജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസാ ചെടിയുടെ പൂ ഉണ്ടാവുമല്ലോ, എന്തായാലും ഒരു പൂ ഉണ്ടാവും. പൂ ഉണ്ടായി കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ പൂ ഉണ്ടായി കഴിയുമ്പോൾ ആ പൂ അങ്ങ് പൊഴിഞ്ഞു പോകത്തില്ലേ, ആ ഇതളുകളെല്ലാം പൊഴിഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള ആ പാർട്ട് അമ്മ ജസ്റ്റ് നമ്മൾ പൂവൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കത്തില്ല, അതേപോലെ ജസ്റ്റ് കൈവച്ചിങ്ങനെ മുറിച്ചങ്ങ് കളയും. ഇതേപോലെ അത് അവിടെ നിന്ന് കരിഞ്ഞ് ഉണങ്ങാൻ വേണ്ടി അനുവദിക്കത്തില്ല. അതിന് മുമ്പായിട്ട് തന്നെ അങ്ങ് മുറിച്ച് കളയും. അങ്ങനെ മുറിച്ച് കളഞ്ഞു കഴിയുമ്പം ഇതേപോലെ ഒരു കിളിപ്പ് ഉണ്ടായി വരും. ഇതങ്ങനെ കിളിത്ത് വന്നതാണ്. ആ കിളിപ്പിൻ്റെ അറ്റത്ത് എന്തായാലും ഒരു പൂമുട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള പൂമുട്ടുകളാണ് ഈ കാണുന്നതെല്ലാം. കണ്ടില്ലേ, ഇതെല്ലാം അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള പൂമുട്ടുകളാണ്. ഇത്രയേ ഉള്ളൂ. റോസാ ചെടി പൂവുണ്ടായി കഴിയുമ്പം അതിൻ്റെ ബാലൻസ് പാട്ടങ്ങ് കൈ കൊണ്ട് മുറിച്ച് കളയുക. അപ്പോൾ കിളുത്ത് വരും. കിളിപ്പിൻ്റെ അറ്റത്ത് എന്തായാലും ഒരു പൂമുട്ടുണ്ടാകും. അങ്ങനെയാണ് ഈ ചെടികളിലെല്ലാം പൂമുട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോസാ ചെടി നടുന്ന ആ സ്ഥലം എന്നുള്ളതാണ്. ഇപ്പോൾ ചട്ടിയിലാണ് നടുന്നതെങ്കിലും നമ്മൾ ചട്ടിയിൽ നട്ടതിന് ശേഷം നല്ല വേരുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല നമ്മൾ ഡയറക്റ്റ് മണ്ണിലാണ് നടുന്നതെങ്കിൽ നല്ല വേരുള്ള സ്ഥലം നോക്കി അവിടെ നന്നായിട്ട് മണ്ണ് ഇളക്കിയതിന് ശേഷം നമുക്ക് റോസാക്കമ്പ് നടാവുന്നതാണ്. പിന്നെ റോസാക്കമ്പ് നന്നായിട്ട് കിളിച്ച് വരുന്ന സമയത്ത് നമ്മൾ തേയില ഇല്ലേ, അതായത് നമ്മൾ ചായ ഇട്ടതിന് ശേഷമുള്ള തേയില അത് നമുക്ക് കളക്ട് ചെയ്ത് വെച്ച് ഈ റോസയുടെ ചോട്ടിക്കൊണ്ട് ഇടാം. അതേപോലെ തന്നെ മുട്ടയുടെ തോട് ഇടുന്ന സമയത്ത് നിങ്ങളൊന്നുകിൽ കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ഇടുക. അതല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ആ പൊടി ഈ തേയിലയുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചോട്ടിക്കൊണ്ട് ഇടാവുന്നതാണ്. പിന്നെ ഏറ്റവും നല്ലൊരു ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ പഴമുണ്ടല്ലോ, പഴത്തിൻ്റെ തൊലി. ഏറ്റവും നല്ല റോബസ്റ്റാ പഴത്തിൻ്റെ തൊലിയാണ്. റോബസ്റ്റാ പഴത്തിൻ്റെ തൊലി. അതും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പഴത്തിൻ്റെ തൊലിയും മുട്ടയുടെ തോടും അതുപോലെ തന്നെ ഈ തേയിലയുടെ, അതായത് ചായ ഇട്ടതിന് ശേഷമുള്ള തേയിലയുണ്ടല്ലോ, അതും കൂടെ നമുക്ക് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് കറക്കാം. അതിന് ശേഷം കിട്ടുന്ന ആ വെള്ളം ഒരു 10 ദിവസം കൂടുമ്പം ഈ റോസയുടെ ചോട്ടിക്കൊണ്ട് ഒഴിച്ചു കൊടുത്താലും മതി. അതും നല്ലൊരു ഔഷധമാണ് റോസാ ചെടിക്ക്. അങ്ങനെ ചെയ്യുമ്പം ഈ നന്നായിട്ട് പൂവിടാനും നമുക്ക്, അതായത് ഈ റോസാ ചെടിക്ക് പൂവിടാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മ സാധാരണ ചെയ്യാറുള്ളത്. അമ്മ എപ്പോഴും നമ്മുടെ തേയില കൊണ്ട് അതിൻ്റെ ചോട്ടിടുന്ന കാണും. അതുപോലെ ഈ ചാരം പുറത്ത് അടുപ്പത്ത് വെച്ചൊക്കെ അമ്മ ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ബാലൻസ് ഇടുന്ന ചാരമൊക്കെ അതിൻ്റെ ചോട്ടിക്കൊണ്ടിടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് അമ്മ ചെയ്യാറുള്ള റോസാ ചെടിക്ക് വേണ്ടി. പക്ഷെ നന്നായിട്ട് പൂവിടുന്നുണ്ട്. ഈ മഴയെ പോലും തോൽപ്പിച്ചാണ് അമ്മയുടെ റോസാ ചെടിയൊക്കെ പൂവിടുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ റോസാ ചെടിയിലും നല്ല പൂക്കളുണ്ടാവും. ഇത് അമ്മ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലും നല്ല റോസാപ്പൂക്കളുണ്ടാവും. നിങ്ങൾ ചിലരുടെയൊക്കെ വീട്ടിൽ ഒട്ടും പൂക്കാത്ത റോസകളാണ്, പല റോസകളും. എൻ്റെ വീട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട്ടിൽ ഇതുപോലെ ഈ മുട്ടയും തേയിലയുടെ കൊന്തും അതുപോലെ തന്നെ ഈ ബനാന, അതായത് നമ്മുടെ പഴത്തിൻ്റെ തൊലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൂക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് പരീക്ഷയെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ. സാധാരണ എൻ്റെ ഈ ചാനൽ വരുന്നത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണല്ലോ എന്ന് വെച്ചാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സൈഡിലുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.